അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാനികളെ, സമസ്തയുടെ പ്രീ പ്രൈമറി തല വിദ്യാഭ്യാസ സംവിധാനമായ അൽബിറിൻ്റെ വിശുദ്ധ റമളാൻ പ്രോഗ്രാമായ ഇസ്തിഖാമയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം നിങ്ങളുമായി സംവദിക്കാൻ ഉദ്ദേശിക്കുന്നത് വിശുദ്ധ റമളാൻ ശക്തമായിരിക്കുന്ന ചൂടിൻ്റെ സമയമാണ്. ജലക്ഷാമം അനുഭവപ്പെടുന്ന സമയമാണ്. ലോക ജനദിനമായ മാർച്ച് 22 കടന്നു വരികയാണ്. വെള്ളത്തെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം നൽകുന്ന വലിയൊരു ആശയം അത് ജീവൻ രക്ഷയുടെ വലിയൊരു തലമായി കൊണ്ടാണ് കണക്കാക്കപ്പെടുന്നത്. വെള്ളത്തിൻ്റെ സൃഷ്ടിപ്പ് തന്നെ അത്ഭുതാവഹമാണ്. വെള്ളമുണ്ടാകുന്നത് ഹൈഡ്രജൻ്റെയും ഓക്സിജൻ്റെയും കണികകൾ ചേർന്നുകൊണ്ടാണ്. രണ്ടും ചേരുന്നത് ഒന്ന് കത്തുന്ന വാതകവും മറ്റൊന്ന് കത്താൻ സഹായിക്കുന്ന വാതകവുമാണെങ്കിൽ പോലും രണ്ടും ചേർന്നാൽ സംഭവിക്കുന്നത് ഹലാക്കിൻ്റെ കത്തലല്ല, മറിച്ച് തീ അണച്ച് കളിയുന്ന വെള്ളമാണ്. അതുകൊണ്ട് തന്നെ ജലത്തിൻ്റെ സൃഷ്ടിപ്പ് അത്ഭുതപരമാണ്. അള്ളാഹു നൽകിയ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് വെള്ളമെന്നത്. നാളെ ചോദ്യം ചെയ്യപ്പെടുക വെള്ളത്തെ സംബന്ധിച്ചുകൊണ്ട് കൂടിയാണ്. വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കുമ്പോൾ ഒരു ആയത്തിൽ അൽ-ഹഖ് മുത്തക്കാസുർ എന്ന തക്കാസുർ സൂറത്തിൽ സുമ്മ തുസ്അലുന്ന യൗമൈദിൻ അനിൻ നഈം എന്ന വിശുദ്ധ ഖുർആൻ അവതരിക്കുന്നത് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയിലെ കാലഘട്ടത്തിൻ്റെ ആദ്യ സമയത്താണ്. നിങ്ങൾക്ക് അല്ലാഹു തന്ന അനുഗ്രഹങ്ങൾ ചോദ്യം ചെയ്യപ്പെടും എന്ന് ഖുർആൻ അവതരിപ്പിച്ചപ്പോൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, പ്രവാചകരെ, ഞങ്ങളുടെ കൃഷിയും ഞങ്ങളുടെ കച്ചവടങ്ങളും ഞങ്ങളുടെ പ്രദേശങ്ങളും കുടുംബത്തെ എല്ലാം ത്യജിച്ചുകൊണ്ട് മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്നവരാണ്. എല്ലാം നഷ്ടപ്പെട്ടവരായ നമ്മൾ എന്തിൻ്റെ അനുഗ്രഹത്തിനാണ് അള്ളാഹുവിനോട് നന്ദി പറയുക? ഏത് അനുഗ്രഹമാണ് അങ്ങ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അള്ളാഹു ഉദ്ദേശിച്ചിരിക്കുന്നത് ഏതാണെന്ന ചോദ്യത്തിന് റസൂലുള്ളാഹിൻ്റെ മറുപടി, അള്ളാഹു നിങ്ങൾക്ക് കുടിക്കാനുള്ള വെള്ളം തന്നില്ലേ, തണലേകുന്ന വൃക്ഷവും തന്നില്ലേ, നിങ്ങൾക്ക് തണൽ നൽകുന്ന വൃക്ഷത്തെ സംബന്ധിച്ചും നിങ്ങൾക്ക് കുടിക്കാനുള്ള വെള്ളത്തെ സംബന്ധിച്ചും നാളെ അള്ളാഹു ചോദ്യം ചെയ്യുക തന്നെ ചെയ്യുമെന്നാണ്. വെള്ളം അമൂല്യമായ ഒരു സംഗതിയാണ്. ജീവൻ നിലനിർത്തണമെന്നുണ്ടെങ്കിൽ വെള്ളം ആവശ്യമാണ്. വെള്ളത്തിന് വലിയ വില നൽകേണ്ടി വരും. മഹാനായ ഹാറൂൻ റഷീദ് എന്ന ചക്രവർത്തിയുടെ ദർബാറിൽ വെച്ചുകൊണ്ടൊരു സൂഫി വര്യൻ ഇബ്നു സുമാഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു. അദ്ദേഹം വെള്ളം കുടിക്കാൻ വേണ്ടി ഒരു പാത്ര വെള്ളം തൻ്റെ ചുണ്ടോട് അടുപ്പിച്ച സമയത്ത് മഹാനവറുകൾ ചോദിക്കുന്നു ഹാറൂൻ റഷീദിനോട്, നിങ്ങൾ കുടിക്കാൻ അവിടെ നിൽക്കട്ടെ, നിങ്ങൾ ഈ കുടിക്കുന്ന വെള്ളം നിങ്ങൾക്ക് തടയപ്പെട്ടാൽ, നിങ്ങൾ മരുഭൂമിയിൽ ഒറ്റപ്പെട്ടു, ആരുമില്ലാത്ത വിജനമായൊരു സ്ഥലത്ത് വലിയ ദാഹമാണ്, ദാഹിച്ച് പരവശനായ നിങ്ങൾ ആ സമയത്ത് ജീവൻ നഷ്ടപ്പെടുന്നൊരു ഘട്ടം വരുമ്പോൾ, നിങ്ങൾക്ക് വെള്ളം ആവശ്യമാകുമ്പോൾ, നിങ്ങൾക്കൊരാൾ വെള്ളം തരുമ്പോൾ അയാൾ വെക്കുന്നൊരു നിബന്ധന, രാജ്യത്തിൻ്റെ പകുതി തന്നാൽ മാത്രമേ നിങ്ങളുടെ ജീവൻ നിലനിർത്താനുള്ള ഈ വെള്ളം നിങ്ങൾക്ക് തരൂ എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ഹാറൂൻ റഷീദ് പറഞ്ഞു, ഞാൻ രാജ്യത്തിൻ്റെ പകുതി കൊടുത്താണെങ്കിലും ഞാൻ ആ വെള്ളം വാങ്ങും. ശരി, നിങ്ങൾ കുടിക്കുക. ആ വെള്ളം കുടിച്ച ശേഷം വീണ്ടും അദ്ദേഹം ചോദിക്കുന്നു ഹാറൂൻ റഷീദിനോട്, ഇനി നിങ്ങൾ ഈ കുടിച്ച വെള്ളം നിങ്ങളുടെ വയറിൽ സ്റ്റോപ്പായി, മൂത്രമായി പോവേണ്ട വെള്ളം മൂത്രമായി പോകുന്നില്ല, ശരീരത്തിൽ കുടിക്കുന്ന വെള്ളമെല്ലാം സ്റ്റോപ്പ് ചെയ്യപ്പെടുന്ന മൂത്ര തടസ്സം നേരിട്ടാൽ, നിങ്ങൾക്ക് മരണം മുഖാമുഖം കാണുന്ന ഒരു സാഹചര്യം നിങ്ങൾക്ക് അനുഭവപ്പെട്ടാൽ, നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഈ കുടിക്കുന്ന വെള്ളം പുറത്തേക്ക് മൂത്രമായി പോകണമെന്നുണ്ടെങ്കിൽ രാജ്യത്തിൻ്റെ മറ്റേ പാതി കൂടി നിങ്ങൾ കൊടുക്കണം എന്നാവശ്യപ്പെട്ടാൽ നിങ്ങളത് ചെയ്യുമോ? തീർച്ചയായും ഞാനത് ചെയ്യും, എനിക്കത് ആവശ്യമാവും എങ്കിൽ ഞാനത് ചെയ്യുമെന്ന് ഹാറൂൻ റഷീദ് പറയുമ്പോൾ ഇബ്നു സുമാഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഈ രാജ്യം എന്ന് പറയുന്നത്, ഭൗതികപരമായ ഈ ദുനിയാവ് എന്ന് പറയുന്നത് നിങ്ങളുടെ സമ്പാദ്യത്തിൻ്റെ പകുതി വെള്ളത്തിനും പകുതി നിങ്ങളുടെ ശരീരത്തിൻ്റെ തടസ്സം നീക്കുന്നതിനുമാണ്. അത്രയേ നിങ്ങൾക്ക് ഈ ദുനിയാവിന് നിങ്ങളുടെ ഈ അധികാരത്തിന് വിലയുള്ളൂ എന്ന് മനസ്സിലാക്കണം എന്ന് പറയുകയുണ്ടായി. വെള്ളത്തിൻ്റെ വലിയൊരു തലത്തെ സംബന്ധിച്ചുകൊണ്ടാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. ഇസ്ലാം വലിയ പ്രാധാന്യത്തോടെ കാണുക കുടിവെള്ളത്തിൻ്റെ വിഷയത്തിൽ തന്നെയാണ്. കുടിക്കുന്ന വെള്ളം അത് അമൂല്യമാണ്. എത്രത്തോളം എന്ന് ചോദിച്ചാൽ, വെള്ളത്തിൻ്റെ സൃഷ്ടിപ്പ് അത്ഭുതമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്രകാരം തന്നെ വെള്ളത്തിൻ്റെ വിതരണം അത് ദൂർത്താവാൻ പാടില്ല, ആർഭാടത്തോടെ ആഡംബരത്തോടെ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല എന്ന് പഠിപ്പിക്കുന്ന മതം ഇസ്രാഫ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നു. ഇന്ന് പ്രപഞ്ചത്തിൽ വെള്ളത്തിൻ്റെ ക്ഷാമം അനുഭവപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം ജലത്തടാകങ്ങൾ വറ്റി വരണ്ടു പോകുന്നു, കുടിവെള്ള സ്രോതസ്സുകൾ
ജലസ്രോതസ്സുകൾ അടഞ്ഞു കിടക്കുന്നു. വയലുകളും തോടുകളും പുഴകളും കുളങ്ങളുമെല്ലാം മനുഷ്യൻ മണ്ണിട്ടുകൊണ്ട് തൂർത്ത്, പാറക്കെട്ടുകൾ പൊട്ടിച്ചെടുത്തുകൊണ്ട് ജലത്തടാകത്തിൻ്റെ സംഭരണികൾ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഭൂമിയുടെ ബാലൻസ് തെറ്റിക്കൊണ്ടിരിക്കുകയാണ്. ലഹറൽ ഫസാദു ഫിൽ ബരി വൽ ബഹരി ബിമാ കസബത്ത് ഐദിന്നാസ് ഖുർആൻ പറയുന്നു. മനുഷ്യൻ്റെ ചെയ്തികൾ കൊണ്ടാണ് കരകളിലും കടലുകളിലും വ്യാപകമായി ഫസാദ് വ്യാപിക്കുന്നത്, ദുരന്തങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. മനുഷ്യൻ ചെയ്തു കൂട്ടുന്ന പ്രവർത്തനങ്ങൾ തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുആദ് റളിയല്ലാഹു അൻഹു വുളൂ ചെയ്യുന്ന സമയത്ത് അമിതമായ വെള്ളം അദ്ദേഹം ഉപയോഗിക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തോട് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ തസ്രിഫ്, നിങ്ങൾ ഓവറായി വെള്ളം എടുക്കരുത്. ആ സമയത്ത് അദ്ദേഹം ചോദിക്കുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, അഫിൽ വുളൂ സർഫുൻ യാ റസൂലല്ലാഹ്, പ്രവാചകരെ വുളൂ എടുക്കുന്നതിൽ ഇസ്രാഫുണ്ടോ? വെള്ളം കൂടുതൽ ഉപയോഗിച്ചത് കൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? റസൂലുള്ളാഹി പറഞ്ഞു, നഅം, ഉണ്ട്. നിങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നൊരു നിറഞ്ഞൊഴുകുന്ന പുഴയുടെ ഒരു ഭാഗത്ത് വെച്ചുകൊണ്ടാണ് നിങ്ങൾ അംഗശുദ്ധി വരുത്തുന്നത്, വുളൂ എടുക്കുന്നത്. എന്നാൽ പോലും അമിതമായ വെള്ളം അവിടെ നിന്ന് ഉപയോഗിക്കാൻ നിങ്ങൾക്ക് പാടില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ള വെള്ളം മാത്രമേ ആ നിറഞ്ഞു കവിയുന്ന നദിയിൽ വെച്ചുകൊണ്ട് പോലും നിങ്ങൾ എടുക്കാൻ പാടുള്ളൂ എന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തെ പഠിപ്പിക്കുകയാണ്. വെള്ളം ഉണ്ടാകുന്ന സമയത്ത് അത് ദൂർത്ത് നടത്താതെ സംഭരിച്ച് വെക്കുന്നത്, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ആവശ്യമാകുന്ന വെള്ളത്തെ നമ്മൾ കളയാതെ സൂക്ഷിച്ചു വെക്കേണ്ടത് അനിവാര്യമാണ്. എന്നാൽ ജലദാനത്തിനാവട്ടെ വലിയ പ്രാധാന്യവും വലിയ വിലയും ഇസ്ലാം നൽകുന്നുണ്ട്. ഒരു തടാകത്തിലെ ഒരു സംഭരണി, ഒരു കിണറിലെ വെള്ളം മറ്റൊരു മതവിശ്വാസിയുടേതായതുകൊണ്ട് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വെള്ളം കൊടുക്കാൻ അദ്ദേഹം തടഞ്ഞപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, അങ്ങ് ഇത് ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കാൻ തയ്യാറുണ്ടോ? ആ സമയത്ത് അദ്ദേഹം അതിന് തയ്യാറാവാതെ വന്നപ്പോൾ, പിന്നെ അതിന് വില നിശ്ചയിക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഒരിക്കലും താങ്ങാവുന്നതിലധികമുള്ള വില ആ മനുഷ്യൻ നിശ്ചയിച്ച സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു, ജനങ്ങൾക്ക് വെള്ളം ആവശ്യമാണ്, പക്ഷേ ഇത് ആര് വാങ്ങുന്നതിന് തയ്യാറുണ്ട് എന്ന് ചോദിക്കുകയും, നിങ്ങൾ ആരെങ്കിലും ഇത് വാങ്ങി ജനങ്ങൾക്ക് കുടിക്കാൻ വേണ്ടി തുറന്നു കൊടുത്താൽ നാളെ നിങ്ങൾക്ക് സ്വർഗത്തിൽ ഒരു ജലസംഭരണി തന്നെ നൽകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. ആ സമയത്ത് മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, പ്രവാചകരെ, ഞാൻ ആ കിണർ വിലക്കെടുത്തുകൊണ്ട് ജനങ്ങൾക്ക് കുടിക്കാൻ വേണ്ടി തുറന്നു കൊടുത്താൽ എനിക്ക് സ്വർഗത്തിലെ ഈ തടാകം, ഈ ജലസംഭരണി ലഭിക്കുമോ? തീർച്ചയായും നിങ്ങളത് ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. വലിയ വില കൊടുത്തുകൊണ്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു കിണർ വാങ്ങുകയും അത് ജനങ്ങൾക്ക് വേണ്ടി ധർമ്മം ചെയ്യുകയും വെള്ളം ജനങ്ങളോട് ഉപയോഗിക്കാൻ പൊതു കിണറായി തുറന്നു കൊടുക്കുകയും ചെയ്തു. ഈ കാലത്ത് ജനങ്ങൾക്ക് പൊതുവായി തുറന്നു കൊടുക്കേണ്ട, ജനങ്ങൾക്ക് ആവശ്യത്തിനും അവരുടെ വിഷയങ്ങൾക്കും വേണ്ടി സമീപിക്കുന്ന സമയത്ത് നൽകേണ്ടതാണ് കുടിവെള്ളം. മനുഷ്യർക്ക് മാത്രമല്ല, ഏതൊരു മൃഗത്തിനും, പറവകൾക്കും, ഇഴജന്തുക്കൾക്കും, പ്രാണികൾക്കും, വന്യമൃഗങ്ങൾക്കും വെള്ളം ആവശ്യമാണ്. സസ്യലതാദികൾക്ക് കായ്കനികൾ ഉണ്ടാവുന്നതിനും പുഷ്പലതാദികൾ സസ്യങ്ങൾ മുളപ്പിക്കുന്നതിനും വളർത്തുന്നതിനുമൊക്കെ വെള്ളം ആവശ്യമാണ്. അവർക്കൊക്കെ വെള്ളം കൊടുക്കുന്നത് വലിയ പുണ്യമുള്ള കാര്യമാണ്. മൃഗങ്ങൾക്ക് വെള്ളം കൊടുക്കുന്നത് അനുഗ്രഹീതമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഒരു സ്ത്രീ വേശ്യയാണ്, അവർ വ്യഭിചാരിണിയാണ്. ബനി ഇസ്രായേലിലെ ആ സ്ത്രീ തൻ്റെ വ്യഭിചാരം കഴിഞ്ഞ് ഒരു ദിവസം മടങ്ങവേ ഒരു കിണറിൻ്റെ ചുറ്റും ഒരു നായ കിരച്ചുകൊണ്ട് ഓടുന്നത് കണ്ടു. വെള്ളം കിട്ടാതെ ദാഹിച്ചു പരവശനായ നായ. ആ കിണറിലാണെങ്കിൽ നിറയെ വെള്ളമുണ്ട്, പക്ഷെ ഒരു തുള്ളി പോലും ആ നായക്ക് എടുക്കാനും കുടിക്കാനും കഴിയുന്നില്ല. അത് കണ്ടപ്പോൾ ആ സഹോദരിയുടെ മനസ്സലിയുകയും അവരുടെ കാലിലെ ഷൂ അഴിച്ചെടുത്ത് തോളിലെ ഷാളെടുത്ത് ചീന്തിക്കെട്ടി കയറായി ഉപയോഗിച്ചുകൊണ്ട് കിണറിലേക്ക് ഇറങ്ങി വെള്ളം തൻ്റെ സോക്സിലേക്ക്, തൻ്റെ ഷൂവിലേക്ക് നിറച്ച് നായക്ക് ദാഹമാറുവോളം കുടിക്കാൻ കൊടുക്കുകയാണ്. അത് ദാഹം മാറ്റി നായ മടങ്ങിപ്പോകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, സഹാബ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ സ്ത്രീ വേശ്യയാണ്, എന്നാൽ പോലും അവൾക്കൊരു കരുണയുള്ള മനസ്സുണ്ടായി. അവളൊരു നേരം ദാഹിച്ച നായക്ക് വെള്ളം കൊടുത്തു എന്ന ഒരൊറ്റ കാരണം കൊണ്ട് അവൾ നാളെ സ്വർഗസ്ഥയായിരിക്കും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ആർക്ക് വെള്ളം കൊടുത്താലും, ഏത് ജീവിക്കും, ഏത് ജാതിക്കും, ഏത് വ്യക്തിക്കും എന്ന് വേണ്ട, മനുഷ്യനും മനുഷ്യരായ ജീവികൾക്കും ആവശ്യമാകുന്ന വെള്ളം കൊടുക്കുന്ന ഏതൊരു വ്യക്തിക്കും പ്രതിഫലമുള്ള കാര്യം തന്നെയാണ്. നമ്മുടെ കാലഘട്ടത്തിൽ സാമൂഹികമായ ഏറ്റവും വലിയ കൂട്ടായ്മ രൂപപ്പെടേണ്ടത് ജലം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്നതിനും അതുപോലെ തന്നെ പ്രകൃതിയെ തണുപ്പിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങളും സൗകര്യങ്ങളും ഒരുക്കുകയാണ്.
നിസ്കാരത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന വുളുവിൻ്റെ വെള്ളമാവട്ടെ, ഹോട്ടലുകളിൽ നമ്മൾ കൈ കഴുകുന്ന വെള്ളമാവട്ടെ, ഒന്നും ഇസ്രാഫ് ഉണ്ടാവരുത്, ദൂരത്ത് നടത്തരുത്. കേവലം ഒരു ബോർഡിൽ മാത്രം എഴുതി വെച്ചതിൽ ഒതുങ്ങി നിൽക്കാൻ പാടില്ല. ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി കൊണ്ടുണ്ടാവണം. ഐക്യമനോഭാവത്തിൻ്റെയും സുന്ദരമായിരിക്കുന്ന ഒരു പാതയ റൂട്ടാണ് യഥാർത്ഥത്തിൽ ജലമെന്ന് പറയുന്നത്. ഒരു യുദ്ധത്തിൽ ഒരു സ്വഹാബി വെട്ടേറ്റ് കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് വെള്ളം കൊണ്ടുപോയി മറ്റൊരു സഹാബി ചോദിച്ചപ്പോൾ, എനിക്കല്ല വെള്ളം വേണ്ടത്, എന്നേക്കാൾ യുദ്ധം ചെയ്ത് ക്ഷീണിച്ച് വെട്ടേറ്റ് രക്തം വാർന്നൂക്കി കിടക്കുന്ന തൊട്ടടുത്ത സഹോദരന് കൊടുക്കൂ എന്ന് പറഞ്ഞു. അങ്ങ് അപ്പുറത്ത് നിൽക്കുന്ന ആ സ്വഹാബി അദ്ദേഹത്തിന് കൊണ്ടുപോയി കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്കല്ല, ഞങ്ങളെക്കാൾ വലിയ ആവശ്യം ഈ യുദ്ധത്തിൻ്റെ മറ്റൊരു ഭാഗത്ത് വെട്ടേറ്റ് കിടക്കുന്ന ആ സ്വഹാബിക്ക് കൊണ്ടുപോയി കൊടുക്കൂ എന്ന്. അദ്ദേഹത്തെയും സമീപിച്ചു. അവസാനം അദ്ദേഹം പറഞ്ഞു, എനിക്കല്ല, ആദ്യം തന്നെ നിങ്ങൾ കൊടുത്തവർക്ക് തന്നെ കൊടുക്കൂ, അദ്ദേഹമാണ് എന്നേക്കാൾ ആവശ്യമെന്ന്. എല്ലാവരും ആവശ്യമുള്ളവരാണ്, പക്ഷേ അവരൊക്കെ മടക്കുകയും ആദ്യത്തെ സ്വഹാബി വെള്ളം നോക്കുമ്പോഴേക്കും കുടിക്കാൻ അദ്ദേഹത്തിന് കൊടുക്കുമ്പോഴേക്കും അദ്ദേഹം ഷഹീദാകുന്നു. രണ്ടാമത്തവനും ഷഹീദാകുന്നു, മൂന്നാമത്തവനും ഷഹീദാകുന്നു. ആ പാനപാത്ര വെള്ളവും ബാക്കി വരികയാണ്. പരസ്പരമുള്ള സഹകരണം കൊണ്ട് അത് വെള്ളം ബാക്കി വന്നു. എനിക്ക് കിട്ടണം, ഞാൻ ഉപയോഗിക്കണം എന്ന സ്വാർത്ഥത വിട്ട് അവരന് കിട്ടണം, ഇതരരെ സഹായിക്കണം, മറ്റുള്ളവർ കുടിക്കട്ടെ എന്ന വിശാലമായ മനസ്ഥിതി എന്ന് ലോകത്തുണ്ടാകുന്നോ അന്ന് വെള്ളം ബാക്കിയാണ്. എനിക്കെൻ്റേതായി തന്നെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യന് സ്വാർത്ഥമോഹിയായി നിൽക്കുന്നോ അന്നെപ്പോഴും വെള്ളത്തിന് ക്ഷാമമായിരിക്കും. ലോകമഹായുദ്ധം ഇനി മൂന്നാമതുണ്ടാവുകയാണെങ്കിൽ അത് കുടിവെള്ളത്തിന് വേണ്ടിയായിരിക്കുമെന്നാണ് ലോകത്തിൻ്റെ പലരുടെയും പ്രവചനം. ലോകത്ത് കാണുന്ന യുദ്ധങ്ങളിൽ പലതും അതുതന്നെയാണ്. ലബനാനെ ഇസ്രായേൽ ആക്രമിക്കാനുള്ള കാരണം ലബനാനിലെ ലിത്വാനി നദിയിലെ കുടിവെള്ളമായിരുന്നു എന്ന് ചരിത്രം പറയുന്നുണ്ടെങ്കിൽ, അമേരിക്കയുടെയും ലോകത്തിൻ്റെയും പല കണ്ണും ഇന്നും യൂഫ്രട്ടീസിൻ്റെയും ടൈഗ്രീസിൻ്റെയും നദിയെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇറാഖിനെ പിടിച്ചടക്കാൻ വേണ്ടി ശ്രമിച്ചതും ഇറാഖ് അവരുടെ വരുതിയിൽ കൊണ്ടുവന്നതും ഇറാഖിനെ ചുറ്റിക്കറങ്ങുന്ന ടൈഗ്രീസിൻ്റെയും യൂഫ്രട്ടീസിൻ്റെയും നദിയിലെ വെള്ളം ലക്ഷ്യമാക്കിക്കൊണ്ടാണ്. ലോകത്ത് കോളയും കൊക്കോക്കോളയും പെപ്സിയും സെവനപ്പും തംസപ്പും സുലഭമാക്കി ഇസ്രായേലും അമേരിക്കയും ഉപയോഗിക്കുന്നത് ഈ കുടിവെള്ളം ഊറ്റിച്ചെടുത്തുകൊണ്ട് മനുഷ്യനിൽ വിഷദ്രാവകം നൽകിക്കൊണ്ടാണെങ്കിൽ, വെള്ളത്തെ തിരിച്ചു പിടിക്കുക, വെള്ളത്തെ സംഭരിക്കുക, വെള്ളത്തെ സൂക്ഷിക്കുക, വെള്ളത്തെ ദാനം ചെയ്യുക, അള്ളാഹുവിനോട് വെള്ളത്തിന് വേണ്ടി ദുആ ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ റമളാനിൽ ദാഹിച്ച് പരവശനായ ഓരോ വൃതാനുഷ്ഠാനും ഓരോ നോമ്പുകാരനും ചിന്തിക്കേണ്ടത് വെള്ളത്തിൻ്റെ വില എത്രമാത്രം ഉണ്ട് എന്ന് തിരിച്ചറിയുകയും ഈ വരൾച്ചയുടെ സമയത്ത് മാർച്ച് 22 ലോക ജലദിനത്തിൽ വെള്ളത്തിൻ്റെ മഹത്വം മനസ്സിലാക്കി ബോധവൽക്കരണങ്ങൾ നടത്താനും നമ്മൾക്ക് ശ്രമിക്കുകയും ചെയ്യണം. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.